നമ്മുടെ നൈലക്കുട്ടി കുറുമ്പ് കാട്ടണ കുറുമ്പൊക്കെയാണ്. ഇതാ നൈലക്കുട്ടിന്റെ കുറുമ്പ്, കുറുമ്പ്. ഇതാണ് നൈലക്കുട്ടി. നൈലക്കുട്ടിന്റെ സ്വഭാവം നല്ല സ്വഭാവമാണ്. നൈലക്കുട്ടി സർക്കസിന് ഒരു ഭാഗം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നൈലക്കുട്ടിന്റെ കാല് നല്ലോണം മേലൊക്കെ പൊന്തനാണ്. വൈകുന്നേരം കൊതു കടിക്കും, പാൻറ്റും കുപ്പായം ഇടാന്ന് പറഞ്ഞ് നൈലക്കുട്ടിക്ക് അത് പറ്റുന്നില്ല. വാ, നല്ല മോളാണ്. കൊതുകേട് നൈലക്കുട്ടി. അയ്യോ, അല്ലാതെ ആര് കുട്ടിയൊക്കെ എടുക്കണേ? ആര് കുട്ടിയത്? നൈലമോളെ കുട്ടികളെവിടെ? നൈലമോൾക്ക് എത്ര കുട്ടിയുണ്ട്? എത്ര ബേബീസ് ഉണ്ട്? കുട്ടി വീണേ. ഇനിയിപ്പോ ആ കുട്ടി കരയോ? ഇനി വേറെ കുട്ടി ഉണ്ട്. അതാ 2 കുട്ടീൻ്റെ അമ്മയാണ് നൈലു. ഓഹോ, 2 കുട്ടികളെ അമ്മയാണ് നൈലു. 2 കുട്ടിക്ക് അവ കൊടുത്താണ്. അവ കുത്താൽ നിങ്ങളെ കുട്ടികളല്ലേ? ഒരു കണ്ണ് കാണാത്ത കുട്ടിയല്ലത്. അയ്യോ പാവം, കണ്ണ് കാണാത്ത കുട്ടീനൊക്കെ എടുത്തുകൊണ്ട് ആക്രമിക്കണ ഒരു ഉമ്മയാണ് തോന്നണത്. ഇത് ഏത് കാലത്തുള്ള ഉമ്മയാണ് ഇങ്ങനത്തെ ആക്രമിയാതായമായ ഉമ്മ? നിങ്ങളെ കുട്ടിയല്ലത്. നിങ്ങളെ കുട്ടിക്ക് കണ്ണില്ലല്ലോ. ഈ കുട്ടിക്ക് എന്തല്ലാത്തത്? അല്ല, ഈ കുട്ടിക്ക് മൂക്കുമില്ല. പാവം ഇവലൊക്കെ എന്താണ് ഈ കുട്ടികൾക്കൊക്കെ സംഭവിച്ചത്? വയനാട് ചുരത്തിൽ വീണപ്പോൾ ഇവരുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ. അത് ശരി. അമ്മയും മക്കളും എന്നിട്ട് ഇപ്പോൾ എന്താ പരിപാടി? ക്യാമ്പിലാണോ? ഓഹോ, വീടെന്തായി? വീടുണ്ടോ നിങ്ങൾക്ക് 3 വീടുണ്ടോ? ഇല്ലേ? അയ്യോ പാവം തന്നെ. വയനാട്ടിലായിരുന്നു ഞങ്ങളെ വീട് അല്ലേ? എവിടെയായിരുന്നു? കരുവാരക്കുണ്ടായിരുന്നോ? അവിടെ ഇല്ലേ? ഇവിടെയാണ് ഞങ്ങളെ വീട്. പിന്നെ എവിടെയാണ് നൈലക്കുട്ടിൻ്റെ മക്കളും വീട്? എവിടെയാണ് വീടില്ല അല്ലേ? കോട്ടേഴ്സിലാ? വാടക വീട്ടിലാ? പിന്നെ എവിടെയാണ് നൈലക്കുട്ടി ഉള്ളത്? നൈലക്കുട്ടിൻ്റെ ഹെയർ സ്റ്റൈൽ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഹെയർ സ്റ്റൈലല്ല, ഹെയറിൽ തിക്ക് വന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? തീരെ തിക്ക് ഉണ്ടായിരുന്നില്ല. ആ സ്ഥിതി കേട്ടോ ഞാൻ പറഞ്ഞത്. നൈലക്കുട്ടിക്ക് മുടി വരുന്നുണ്ടോ? പുതിയ മുടികൾ വരുന്നുണ്ടോ നൈലക്കുട്ടിക്ക്? 2 ചുയ്യൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ തലയിൽ 2 ചുയ്യൊക്കെ ഉണ്ട്. 2 ചുയ്യുണ്ട് അല്ലേ നൈലക്കുട്ടിക്ക്? 2 ചുയ്യുണ്ടോ? കൊതുകാണ്, പാമ്പല്ല കൊതുകാണ്. വെച്ചാൽ കാണുള്ളൂ. പാൻറ് ഇടാൻ പറഞ്ഞപ്പോൾ എന്ത് കുറുമ്പ കാട്ടിനേലു. നെല്ലുകൊണ്ടൊക്കെയാണ്. ഇങ്ങോട്ട് നോക്കി നെല്ലുകൊണ്ടി. ആ പാമ്പിച്ചിണ്ട് അവിടെ. പാമ്പിച്ചി തന്നെ കേട്ടാ. ആർക്ക് കാച്ചൊക്കെ ഉണ്ട് അവിടെ. പാമ്പിച്ചു വന്നു. ഷെഡ്രാത്തിനെ പറഞ്ഞതാണ് ഇപ്പം അവിടെ പാമ്പിച്ച് വരുന്നത്. അപ്പോൾ പാമ്പുണ്ടോ നോക്കുകയാണ്. കുട്ടിക്ക് ഈ ദേഷ്യം വിളിച്ചു കഴിഞ്ഞാൽ കുറുമ്പ് കണ്ട് ഇളകുക. ആരാ കുറുമ്പൊക്കെ പഠിപ്പിച്ചെന്നേ? ആരപ്പിട്ട്? ആര് കുഞ്ഞാ? അയ്യേ, കാണിച്ചു കൊടുക്കണ്ട. ആ നൈലക്കുട്ടിൻ്റെ കുട്ടിയാണ് അപ്പിട്ട്. കാണിച്ചു കൊടുക്കണ്ട. ഈ കുട്ടിയാണോ അപ്പിട്ട്? ഈ കുട്ടീനെ ആരെ തന്നേ? ഈ കുട്ടീനെ ആരെ തന്ന? 2-3 കുട്ടികളൊക്കെ ഉണ്ട്. അവ കുത്താലി കുട്ടിക്ക്. ഈ കുട്ടീനെ ആരെ തന്നെ അറിയോ? നമ്മളെ റമ്മത്ത് താത്ത, കുഞ്ഞാപ്പു കാക്ക. ഈ കുട്ടീനെ ആരെ തന്നേ? ഈ കുട്ടീനെ ആരെ കൊടുന്നേ? മുമ്മു ചെലവ് കാക്ക. ചെലവ് കാക്കൻ്റെ കുട്ടി എന്നതേ.
മുത്തുപ്പ മുത്തുപ്പ തന്നെ നല്ല കുട്ടി തന്നെ പാവാണ് പൈതലോ ശരി ഉറക്കിക്കളി എന്നാ വാവാ പൈതൽ എന്നുള്ള പാട്ട് പാടിയാണ്ട് ഉറക്കിക്കളി തോളിലിട്ടാളി ഉറങ്ങിക്കണാ ഇനി എവിടെയൊക്കെ എടുത്തിന് മെല്ലെ കെട്ടിക്കളി ഉണരുള്ളൂ ഒച്ച ഉണ്ടാക്കണ്ട മെല്ലെ അങ്ങോട്ട് കെട്ടിക്കളി ഉണരുള്ളൂ കുട്ടി നൂനുവിൻ്റെ വാപ്പിച്ചിയെ നൂനുവിനെ ഉറക്കുമ്പോൾ ഏതൊക്കെ പാട്ടാ പാടിത്തരാ ഏതൊക്കെ പാടിത്തരും ഉണ്ണി പാടിത്തരും ഉണ്ണി കണ്ണ് പൂട്ടി ഉറങ്ങാൻ പറഞ്ഞാ പിന്നെ ആകെ 2 ടോയാണുള്ളത്. ഇത് നമ്മളെ നെസുക്കാക്ക് ചെറിയ കുട്ടിയാവുമ്പോൾ നമുക്ക് കിട്ടിയ ഒരു ഗിഫ്റ്റാണ് കേട്ടത് അല്ലേ. ശേഷം ഇന്ന് വരേണ്ട നെസുക്കാക്ക് ഇപ്പോൾ 13 വയസ്സായി. ഇന്ന് വരേണ്ട കേട്ടോ ഗിഫ്റ്റ്. അന്ന് ആ കുട്ടിക്ക് കൂടെ ഒരു നീല കളറൊരു കുട്ടി കൂടി ഉണ്ടായിരുന്നു. എൻ്റെ അനിയത്തിക്ക് കൊടുത്തു. അത് അവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ അതോടൊപ്പം തന്നെ ഈ ഒരു കുട്ടി ഷിനസിന് ഒരുപാട് ടോയ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ കുട്ടിക്ക് ആകെ ജീവിതത്തിൽ ഈ ടോയും അതുപോലെ ഒരു ചെറിയൊരു കാറ് അല്ലേ, ഒരു ആനക്കുട്ടി അതൊക്കെ കിട്ടിയത്. ആനക്കുട്ടി ഇവിടെ ഉണ്ട്. കാറിൻ്റെ കാര്യത്തിൽ തീരുമാനമാക്കിക്കണേ അല്ലേ. അനയിലക്കുട്ടി മൂത്തമ്മ തന്ന കാറ് തീരുമാനമാക്കിയില്ലേ. ബാബുച്ചിൻ്റെ മൂത്തമ്മേനെ നമുക്ക് കാറ് തന്നത്. ഇത് നൂനുവിൻ്റെ കാക്ക അല്ലേ, എന്നുവെച്ചാൽ നൂനുവിൻ്റെ മൂത്തമ്മ കുട്ടി. ആനക്കുട്ടി ആരാ തന്നേ? ഹഷിനു, ഷഫീഖ് മാമ ഹഷിനു ആനക്കുട്ടിയാണ് തന്നത്. ആനക്കുട്ടി എവിടെ എടുത്ത് വെച്ചിക്കണേ? അതോ അതാണതെന്താ ഈ കുട്ടി അപ്പിട്ടിണ്. അയ്യോ കുട്ടി ഒരുക്കിക്കണല്ലോ അതാരുടെ കത്തിച്ച്. പാവാണ് കുട്ടിനെ തീയിട്ട് കൊല്ലല്ലേ, രക്ഷിക്കോ. അയ്യോ ആരാ കാട്ടി? കുട്ടി ചാറ്റ കൊടുത്താണേ, കുട്ടികളൊക്കെ ഉറങ്ങി ചാറ്റ കൊടുത്താണേ. ഇവർക്ക് ചാറ്റ കൊടുത്താണേ. ഇങ്ങോട്ട് ഉമ്മച്ചിന്റെ ഫോണൊക്കെ ചാറ്റ കൊടുത്താണേ. ഉമ്മച്ചിക്ക് ചാറ്റ അടിക്കാനേ. നിങ്ങളെ കുട്ടിക്കല്ല, എനിക്ക് ചാറ്റ അടിക്കാനേ. എനിക്ക് കണ്ണൊക്കെ നോക്കിയിട്ട്, എന്റെ കണ്ണൊക്കെ നോക്കിയിട്ട് പഠിക്കാനേ.